പൂരക്കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരക്കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരക്കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരക്കടലേ. മരണകാരി മഹാസുരശീർഷം കാരണനായ പരാപരനേയൻ മരണകാരി മഹാസുരശീർഷം തീരയുടച്ചുതകർപ്പതിനായി തിരനയുളവനിൽ അവതരിച്ചു കാരുണ്യ പൂരക്കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരക്കടലേ. ആത്മജീവ മനോഹരമാമിൻ സ്വർഗയെരുശലേ മാളികയിൽ ഞാൻ ആത്മജീവ മനോഹരമാമിൻ സ്വർഗയെരുശലേ മാളികയിൽ ഞാൻ ദീർഘയുഗം വസിച്ചാനന്ദ ബാഷ്പം വിട്ടിയാലും നിൻ കരുണയ്ക്കതു ബദലാമോ കാരുണ്യ പൂരക്കടലേ കരളലിയുഗ ദിനമനു കാരുണ്യ പൂരക്കടലേ. ജീവപരുദീസിനാനന്ദ കുയിലേ ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ ജീവപരുദീസിനാനന്ദ കുയിലേ ജീവവസന്ത ഋതു ആരംഭിച്ചില്ലേ ജീവവൃക്ഷക്കുമ്പിൻ മീതിലിരുന്ന് ജീവമൊഴി മധുരമായി പാടുക ജീവവൃക്ഷക്കുമ്പിൻ മീതിലിരുന്ന് ജീവമൊഴി മധുരമായി പാടുക കാരുണ്യ പൂരക്കടലേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വേദഭാഗം ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഈ വേദഭാഗം ശ്രദ്ധിച്ചാലറിയാം, മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ ദൈവരൂപത്തിലിരിക്കെ വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യത്തെ വാചകമാണ് ഞാൻ നിങ്ങളെ ഉദ്ധരിച്ച് കേൾപ്പിച്ചത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ഈ ലോകത്തിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമായ വിഷയമാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട്. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന നാം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം സർവ്വവ്യാപിയായ സർവജ്ഞാനിയായ ദൈവമാണെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കോടാനുകോടി മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ഓരോ നിമിഷവും നിമിഷം തോറും ലക്ഷോപലക്ഷം പ്രാർത്ഥനാ വാചകങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലക്ഷോപലക്ഷം പ്രാർത്ഥന ഉയരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് വ്യക്തിപരമായിട്ട് ശ്രദ്ധിച്ച് അതിന് ഉത്തരം തന്ന് ദൈവത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് ദൈവം സർവ്വവ്യാപിയായതുകൊണ്ടും ദൈവത്തിന്റെ സർവ്വ സാന്നിധ്യം വഴിയായി തന്റെ സകല സൃഷ്ടികളോടും ദൈവത്തിന് ഒരേ സമയത്ത് ഒന്നുപോലെ ബന്ധപ്പെടാൻ കഴിയുന്നത് കൊണ്ടുമാണെന്നുള്ള സത്യം നിങ്ങൾ ഓർത്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് അർത്ഥമില്ല. ദൈവമേ എന്ന് നിങ്ങൾ വിളിക്കുന്നെങ്കിൽ ഈ സത്യം നിങ്ങൾ ഓർത്തേ മതിയാകൂ. കാരണം ദൈവം സർവ്വവ്യാപി ആയതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന തക്ക സമയത്ത് കേട്ട് ഉത്തരം തരാൻ കഴിയുന്നത്. ഇങ്ങനെ സർവ്വവ്യാപിയായ സർവജ്ഞാനിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സ്വീകാര്യമായ നിലയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ പരമാധികാര ഹിതപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കാരണം
ഈ ലോകത്തിലെ ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അവരുടെ ബയോഡാറ്റ ശരിയായില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ തിരസ്കരിക്കപ്പെടും. ഇതുപോലെ നമ്മുടെ അപേക്ഷ പ്രാർത്ഥന മഹാജ്ഞാനിയായ ദൈവം സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ബയോഡാറ്റയൊക്കെ ഒന്ന് ശരിയാകണം. ഇനി നമ്മുടെ ബയോഡാറ്റ ശരിയാക്കുന്ന ഒരു പ്രധാന പഠനമാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് ഈ പ്രാർത്ഥന ദയവായിട്ട് ശ്രദ്ധിക്കണമേ. വാഴ്ത്തപ്പെട്ട കർത്താവ് അരുളിച്ചെയ്യാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ വണ്ണം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ആരൊക്കെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അവർ സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കത്തക്ക നിലയിലുള്ള ഒരു ബന്ധത്തിന് ഉടമസ്ഥരായി തീരണം. അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, ആരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നോ അവരെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ച് ദൈവത്തിന്റെ മക്കളായി തീരണമെന്ന്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ആ കാലത്തെ മതഗുരുവായ നിക്കോദിമോസിനോട് കർത്താവ് അരുളി ചെയ്തത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം പഠിച്ചാൽ അറിയാം. കർത്താവിന്റെ അടുക്കൽ നിക്കോദിമോസ് ചെന്ന കർത്താവിനെ കൺകുളിർക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ആരാധന കൊണ്ട് നിറഞ്ഞു. കർത്താവേ, അവിടുന്ന് സ്വർഗത്തിൽ നിന്നും വന്നവനാണ്, അവിടുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിസ്തുല്യമാണെന്നൊക്കെ കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചു പുകഴ്ത്തി പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? എന്റെ കുഞ്ഞെ, നീ എന്നെ എത്രമാത്രം വാഴ്ത്തി സ്തുതിച്ചാലും, നീ എത്രമാത്രം പ്രാർത്ഥിച്ചാലും, എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താലും, ദൈവത്തിന്റെ നാമത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലും, എന്റെ കുഞ്ഞെ, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ മരണശേഷം നിന്റെ വിലപ്പെട്ട ആളത്വം ആത്മാവ് നിത്യനാശത്തിലേക്ക് തള്ളപ്പെടുമെന്നാണ് കർത്താവ് ഇവിടെ അരുളി ചെയ്തിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ദൈവനാമത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും, സൽപ്രവൃത്തികൾ ചെയ്താലും, അതുപോലെ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും, നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും, നിങ്ങൾ ദൈവത്തിൽ നിന്നും ജനിക്കുന്നില്ലെങ്കിൽ മരണശേഷം നിങ്ങളുടെ വിലപ്പെട്ട ആളത്വം നിത്യനാശമെന്ന ശിക്ഷാവിധിയിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് നിക്കോദിമസിൽ കൂടി നമ്മളോട് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല. ഇത് കേട്ടപ്പോൾ അന്നത്തെ മതഗുരുവായ നിക്കോദിമസിന് അതിശയമായി. അദ്ദേഹം അതിശയത്തോടെ കർത്താവിനോട് ചോദിച്ചു, എങ്ങനെയാ കർത്താവേ ഞാൻ ഇനിയും പുതുതായിട്ട് ജനിക്കുന്നത്? ഞാൻ വൃദ്ധനായല്ലോ, ഇനി അമ്മയുടെ ഉദരത്തിൽ കയറി എനിക്ക് രണ്ടാമതും ജനിക്കാൻ കഴിയുമോ? അപ്പോൾ മഹാജ്ഞാനിയായ കർത്താവ് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ, ആത്മീയമായ ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സാധാരണ അത് അദൃശ്യമായ ജനനമായതുകൊണ്ട് പെട്ടെന്ന് മനുഷ്യർക്ക് അങ്ങോട്ട് മനസ്സിലാകത്തില്ല, ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ അദൃശ്യമായ ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ജനനത്തെക്കുറിച്ചാണ് കർത്താവ് ഉദാഹരണമായിട്ട് ദൃഷ്ടാന്തമായിട്ട് പറയുന്നത്. അതേത് ജനനമാണ്? ജഡത്താൽ ജനിച്ചത്, സ്ത്രീ പുരുഷ ബന്ധത്താൽ ജനിക്കുന്നത്. ഈ ജനനം എല്ലാവർക്കും അറിയാവുന്ന ജനനമാണ്. നമ്മുടെ മാതാപിതാക്കളാൽ നമ്മൾ ജനിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ശരീരത്തിൽ വളർന്നതും ജീവിക്കുന്നതും ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇതുപോലെ നാം പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ നിന്നും ജനിക്കണം. എന്തുകൊണ്ട്? നാം മാതാപിതാക്കളാൽ ജനിച്ചപ്പോൾ പാപത്തിലാണ് ജനിച്ചതെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 51-ാം സങ്കീർത്തനത്തിലെ 5-ാമത്തെ വാക്യം, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. സകല മനുഷ്യരും പാപത്തിൽ ജനിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവനിൽ അന്തർലീനമായിരിക്കുന്ന പാപത്തിന്റെ വിവിധ സ്വഭാവങ്ങൾ, കോപം, ക്രോധം, ഈർഷ്യ, പക, പിണക്കം, ഇങ്ങനെ മനുഷ്യനെ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പാപത്തിന്റെ വശ്യശക്തി, മനുഷ്യനെ തെറ്റായ പ്രലോഭനങ്ങളുടെ കുത്തൊഴുക്കിലേക്ക് വലിച്ചിഴയ്ക്കുന്ന, അവനെ അന്ധനാക്കുന്ന, ക്രൂരനാക്കുന്ന, ഹൃദയഭേദകമായ പ്രവൃത്തിയും ലജ്ജാകരമായ പ്രവൃത്തിയും ചെയ്യിക്കുന്ന, മനുഷ്യനെ കൊലപാതകിയാക്കുന്ന പാപത്തിന്റെ വശ്യശക്തി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, പാപത്തെ സേവിക്കുന്ന ചെയ്യുന്നവർക്ക് പാപമെന്ന ക്രൂരമായ യജമാനൻ കൊടുക്കുന്ന ഒരു പ്രത്യേക ശമ്പളമാണ് മരണം. ഈ പാപമുണ്ടല്ലോ ഒരു ക്രൂരനായ യജമാനാണ്. എങ്കിലും മനുഷ്യർ അന്ധമായിട്ട് പാപത്തെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിശയകരമായ വിഷയം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കാതെ പിന്നെയും പാപം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്തോ, ചെയ്യാവുന്നിടത്തോളം ചെയ്തോ. പക്ഷേ പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മർമ്മമാണ് മരണം.
മനുഷ്യൻ എന്തുമാത്രം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും ശാസ്ത്രീയ നേട്ടങ്ങൾ കൈവരിച്ചാലും ഇനി സയൻസിലും ടെക്നോളജിയിലും അത്യഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചാലും പാപത്തിന്റെ ശമ്പളമായ മരണം ഒരു മനുഷ്യനെ കടന്നു പിടിക്കുമ്പോൾ അവന്റെ ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളുടെയും പ്രാധാന്യത വെള്ളത്തിലെ നീർക്കുമുള തുല്യമായി തീരും. എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, മരണമെന്ന് പറയും മനുഷ്യന്റെ സകല നേട്ടങ്ങളെ അപ്രസക്തമാക്കി തീർക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്. മാത്രമല്ല, മനുഷ്യന്റെ ഈ ലോക ജീവിതം പോലും ഒരു ആവി പോലെയാണ്, ഒരു മായ പോലെയാണ്. ഹാ മായ മായ, സകലതും മായ അത്രയെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു പ്രത്യേക സംഭവമാണ് മരണം. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന് പറയുന്നത് കേവലം ശാരീരിക മരണം മാത്രമല്ല, പിന്നെയോ മരണശേഷം വലിയൊരു ന്യായവിധിയുണ്ട്. എന്നാൽ ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം സ്നേഹം തന്നെ ആയതുകൊണ്ട് ഒരു മനുഷ്യനും മരണശേഷം നിത്യനാശത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാണ് സ്വർഗത്തിലെ ദൈവം ലോകചരിത്രത്തെ രണ്ടായിട്ട് വേർതിരിച്ചുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്യാണ്, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിങ്ങൾ കഴിയില്ല. അങ്ങനെയെങ്കിൽ എന്താ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേദപുസ്തകത്തിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, നാം പാപം സംബന്ധിച്ച് മരിക്കണം, നീതിക്ക് ജീവിക്കണം. ഇത് ഒരാളിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളോട് പുതുതായി ജനിക്കാൻ പറഞ്ഞ കർത്താവ് തന്നെ ആ വഴിയിലൂടെ കടന്നുപോയി. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു, നമ്മുടെ പാപത്തിന്റെ ശിക്ഷകൾ ഏറ്റെടുത്തപ്പോൾ കർത്താവിന്റെ ശരീരം മുഴുവനും തകർക്കപ്പെട്ടു. അവിടുത്തെ തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. മുതുകെല്ലാം ആഴത്തിൽ അടിച്ചു കീറപ്പെട്ടു, കൈകൾ പച്ചമരത്തോട് ചേർത്ത് ആണിയടിക്കപ്പെട്ടു, വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടു. ഞാനും നിങ്ങളും പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷകൾ ഒന്നൊന്നായിട്ട് ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട കർത്താവ് മഹാദൈവമായതുകൊണ്ട്, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമായതുകൊണ്ട്, മരണത്തെ ജയിക്കുന്ന ദൈവമായതുകൊണ്ട്, യേശുക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് താൻ മാത്രം ഏക സത്യ ദൈവമെന്ന് ശക്തിയോടെ തെളിയിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ രക്ഷ ഒരുക്കി തന്ന കർത്താവ് പറയാണ്, നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പുതുതായി ജനിക്കും. അതെങ്ങനെയാ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എങ്ങനെയാ പുതുതായി ജനിക്കുന്നത്? കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം, യേശുക്രിസ്തു അരുളി ചെയ്തു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരൊക്കെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്നുവോ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും. ഇന്നേക്ക് 27 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ശ്രദ്ധിച്ചപ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അതൊരു സംഭവമാണ്, ഒരു തോന്നലല്ല. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിച്ചപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ആ സുവിശേഷത്തിന്റെ ശക്തി ഈ അത്യന്ത ശക്തി എന്നാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ അറിയാൻ കഴിയും. എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചപ്പോൾ എന്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വന്നു. ഞാൻ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞാൻ മഹാപാപിയാണ്, ഈ സ്ഥിതിയിൽ മരിച്ചാൽ നിത്യ നരകത്തിലേക്ക് പോകും, എനിക്ക് പകരമാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചപ്പോൾ ഇതാ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ, ആ അളവറ്റ ശക്തിയുടെ വ്യാപാരത്താൽ ഞാൻ വീണ്ടും ജനിച്ചു. ഇതാണ് വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക എന്ന് കർത്താവ് പറയുന്നത്. ഇങ്ങനെ പുതുതായി ജനിക്കുന്നവരുടെ പ്രത്യേകത എന്താ? ഒന്ന്, അന്നു മുതൽ അവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളായിത്തീരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരങ്ങളാക്കി തീർക്കുന്ന പ്രത്യേക സംഭവമാണ് പുതുതായി ജനിക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വാക്ക്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവർക്ക് ദൈവം ദാനമായിട്ട് തരുന്ന പരിശുദ്ധാത്മാവിന്റെ അനേക പ്രത്യേകത. ഒരു പ്രത്യേകത, ഇത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രത്തിന്റെ ആത്മാവാണ്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, നാം അബ്ബാ
പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ ദൈവത്തോട് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ വിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ വിളിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാ കർത്താവ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും നിങ്ങൾ ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ പിതാവിനെ, സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ഉടമസ്ഥരായി തീരും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം ദൈവം വിശുദ്ധനാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാണെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം വെളിച്ചമാണ്, ദൈവത്തിൽ ഇരുളേ ഇല്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ വിശുദ്ധനാണ്, പവിത്രനാണ്, നിർമ്മലനായ ദൈവമാണ്. പിന്നെന്തുകൊണ്ടാ ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആരൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അവർ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ മക്കളായി തീരണം. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീർന്നവർ അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ വിശുദ്ധി മറ്റുള്ളവരിലേക്ക് വെളിപ്പെട്ട് ലഭിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച ഒരു ദൈവദാസനായതുകൊണ്ട് എന്നിലൂടെ ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുവാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും എനിക്കുണ്ടായിരിക്കണം. പ്രിയ സഹോദര, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഭാര്യയ്ക്ക് വെളിപ്പെട്ട് ലഭിക്കണം. പ്രിയ സഹോദരി, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലൂടെ നിങ്ങളുടെ ഭർത്താവിന് ലഭിക്കണം. മാതാപിതാക്കൾ കൂടി ദൈവത്തിന്റെ സ്നേഹവും കരുണയും മക്കൾക്ക് ലഭിക്കണം. മക്കളിലൂടെ ദൈവത്തിന്റെ സ്നേഹവും കൃപയും വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾക്കൊക്കെ ലഭിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ അന്യോന്യം ദൈവത്തിന്റെ സ്നേഹം പകരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഞങ്ങളെ കേൾക്കുന്ന യുവ സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ അനിയത്തിമാരെയും പോലെ കണ്ട് ദൈവത്തിന്റെ വിശുദ്ധി ഈ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക്, യുവ സഹോദരിമാർക്ക് നിങ്ങളിലൂടെ വെളിപ്പെടണം. ഇവിടെയുള്ള നമ്മളുടെ ഓരോരുത്തരിലും കൂടെ ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ക്ഷമ മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുമ്പോൾ നമ്മളിലൂടെ ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ ദേശം, നമ്മുടെ സമൂഹം നിറയും. അന്യോന്യം ക്ഷമിക്കുക, അന്യോന്യം സ്നേഹിക്കുക. ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന, ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ദൈവജനത്തോട് കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്തിൽ വന്ന് വീണ്ടും ജനിച്ച ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ ആരംഭിച്ച് ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ദൈവജനത്തെയാണ് കർത്താവ് തന്റെ സന്നിധിയിൽ, ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലത്തേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ സുപ്രസാദകാലമാകുന്നു. ഈ സന്ദേശം, ദൈവത്തിന്റെ സന്ദേശം, സകല മനുഷ്യരെ ഒന്നുപോലെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവസ്നേഹത്തെ പ്രദർശിപ്പിച്ച കരുണാസമ്പന്ന മനസ്സിലുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ കവാടം തുറക്കുക. ഈ പൽക്കാലം കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ കൂടെയായിത്തീരും. പിന്നെ ജീവിതം എപ്പോഴും സന്തോഷമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഒന്നുമില്ലാത്തവരെങ്കിലും ഞങ്ങൾ എല്ലാം ഉള്ളവരെ പോലെ സന്തോഷിക്കുന്നു, ആരും അറിയാത്തവരെങ്കിലും എല്ലാവരും അറിയാവുന്നവരെ പോലെ ഞങ്ങൾ ആയിരിക്കുന്നു, വീണ് കിടക്കുന്നവരെങ്കിലും നശിക്കുന്നില്ല, ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ പിതാവായി തീർന്നു, സ്വർഗത്തിലെ സമ്പത്ത് ഞങ്ങളുടെ സ്വന്തമായി തീർന്നു, ഞങ്ങൾ ദൈവസ്നേഹം പകരുന്ന ദൈവത്തിന്റെ പത്രങ്ങളായി തീർന്നു. അതുകൊണ്ട് വിട്ടുപിരിയുമ്പോൾ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലാണ്. അതാണ് ഞങ്ങളുടെ വലിയ പ്രത്യാശ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ വലിയ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകളിലൂടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ വചനമാണ്. ആകാശ മേഘങ്ങളെ തേരാക്കി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് ആരൊക്കെ വിളിക്കുവാൻ ആരംഭിക്കുന്നുവോ, ആരൊക്കെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നുവോ, ആരിലൂടെ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അവരെ കർത്താവ് ചേർക്കുവാൻ വരുന്നു. ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇതാ കർത്താവിൽ എതിരേൽപ്പാൻ ആകാശത്തിൽ അവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളാണ് ആശ്വാസവചനം. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമോ? ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. അത് തീർച്ചയായിട്ടും ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വരുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവിനോട് ഈ വിധത്തിൽ പ്രാർത്ഥിക്കുക: യേശുവേ കർത്താവേ, ഞാൻ ഇതുവരെയും ദൈവത്തോട് അനേക കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം കരുണയുള്ളവനാ, എന്നാൽ അവിടുന്ന് എൻ്റെ പിതാവായി തീരണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് അവിടുത്തെ ആത്മാവിനെ അയക്കണേ. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ പേർക്കാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേക ദൈവദാസന്മാർ പറഞ്ഞ് ഞാൻ കേട്ടു. പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നാൽ അറിയുവാൻ കഴിയുമെന്ന് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. അവനിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണേ. എന്നെ അവിടുത്തെ പൈതലാക്കണേ. സ്വർഗത്തിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുള്ള വീണ്ടും ജനനം സംഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണേ. ഞാൻ ഇന്നു മുതൽ അവിടുത്തെ വചനം അനുസരിക്കാം. അവിടുന്ന് മാത്രം എൻ്റെ കർത്താവ്. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാഹളം, മോചനം, സ്വാതന്ത്ര്യം, ദൈവത്തിൻ വിളംബരം. മോചനം, സ്വാതന്ത്ര്യം, നാശമാകുമേവർക്കും ഭാഗ്യയോവൽ വത്സരം. ഘോഷിപ്പിൻ എല്ലാടവും മോചനം, സ്വാതന്ത്ര്യം. മോചനം, സ്വാതന്ത്ര്യം, കേൾക്കുവിൻ നിബദ്ധരേ. മോചനം, സ്വാതന്ത്ര്യം, ക്രൂശിന്മേലെ കാണുവിൻ നിത്യമാ ഉദ്ധാരണം. യേശുവോടു വാങ്ങുവിൻ മോചനം, സ്വാതന്ത്ര്യം. ദുഷ്ടന്മാരെ രക്ഷിപ്പാൻ മോചനം, സ്വാതന്ത്ര്യം. ശിഷ്ടരാക്കി തീർക്കുവാൻ മോചനം, സ്വാതന്ത്ര്യം. ദൈവസ്നേഹം കാണുവിൻ, വാഴ്ത്തുവിൻ തൻ കാരുണ്യം. ജീവൻ ദാനം പ്രാപിപ്പാൻ മോചനം, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം, ആ സൗഭാഗ്യവാർത്തയെ എങ്ങനെ നിഷേധിക്കാം? ഇത്ര വല്യൊരു രക്ഷയെ